മനുഷ്യൻ അഭയം പ്രാപിക്കുന്നത് ഈ അള്ളാഹുവിലേക്കാണ്. മനുഷ്യന് ഓടിച്ചെല്ലാനുള്ളതും ഈ അള്ളാഹുവിലേക്കാണ്. കരുണാവാരിധിയായ അള്ളാഹു, ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം നിലനിർത്തുന്നവനാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, പ്രപഞ്ചത്തിലുള്ള സർവ്വതും അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. അൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ആർക്ക് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാൻ പറ്റും? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിൽ കഴിഞ്ഞതും പിന്നിൽ വരാനിരിക്കുന്നതും എല്ലാം അവനറിയാം. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ അധികാരം പ്രപഞ്ച ലോകങ്ങളെക്കാളും അപ്പുറത്താണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതൊന്നും അല്ലാഹുവിന്റെ ഒരു പ്രശ്നമേ അല്ല. വഹുവൽ അലിയ്യുൽ അദീം, അല്ലാഹു അലിയാണ്, മഹോന്നതനാണ്. അല്ലാഹു അദീമാണ്, മഹത്വമുടയവനാണ്. ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്? അല്ലാഹുവിനെ കുറിച്ചാണ്.